ഹേ ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടാണ് കേട്ടോ. ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം തന്നെ ഞാൻ റോസ് വാട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ റോസ് വാട്ടർ ഇടുന്നുണ്ട് മുഖത്ത്. അത് കഴിഞ്ഞിട്ട് കുറേ പൗഡർ അങ്ങോട്ട് വാരി പൊത്തി. കുറേ ഒന്നും വാരി പൊത്തിയതല്ല, എടുത്തപ്പോൾ ഇച്ചിരി കൂടി പോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം മലയാളികൾ കാണിക്കും പോലെ തന്നെ തുണി എടുത്തിട്ട് ഇട്ടേക്കുന്ന ടോപ്പ് തന്നെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് മുഖം തുടച്ച് കളഞ്ഞു. പിന്നെ ഐലൈനർ എഴുതുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് എഴുതണം. എനിക്ക് അങ്ങനെ ഐലൈനർ എഴുതി അങ്ങനെ പെർഫെക്ഷൻ ഒന്നുമില്ല കേട്ടോ. പിന്നെ കൺപീലിയിൽ പറ്റിയിരിക്കുന്ന ഐലൈനറൊക്കെ ഒന്ന് തൂത്ത് തലയിലോട്ട് അങ്ങ് തേച്ച് കൊടുത്തു. പിന്നെ ഐലൈനർ വെച്ച് തന്നെ ഒരു പൊട്ടും തൊട്ടു. ഐലൈനർ വെച്ചിട്ടുള്ള കളിയാണ് ഫുള്ള്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ അങ്ങോട്ട് കുറച്ച് തൊട്ട് അങ്ങോട്ട് തേക്കത്തേ ഉള്ളൂ കേട്ടോ. നല്ല രീതിക്ക് അങ്ങോട്ട് ലിപ്സ്റ്റിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് അത്ര കോൺഫിഡൻസ് ആയിട്ടില്ല. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അതായത് ഇന്ന് നീലൂട്ടനെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ സിന്ദൂരവും കൂടെ അങ്ങോട്ട് തൊട്ടു. പിന്നെ എൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുടി കെട്ടാനായിട്ട് എനിക്ക് വെറൈറ്റി രീതിയിലൊന്നും മുടി കെട്ടാനായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. സിമ്പിളായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞതാ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടുകൊണ്ട് പോകുന്നത്. പല വീഡിയോയിലും നിങ്ങൾ എൻ്റെ ഈ ഒരു ചുരിദാർ കണ്ടിട്ടുണ്ടായിരിക്കും. ലിങ്ക് കിട്ടുന്നെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, സൈഡിൽ കൊടുത്തേക്കാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇനി പോവാനായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പോവാമെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഇനി തപ്പലോട് തപ്പലാണ്. എന്താണ് തപ്പുന്നതെന്ന് വെച്ചാൽ നീലൂട്ടൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ അത് അവൻ്റെ വേറെ ഒരു ഫയലിൽ, എനിക്കൊരു ഫയലുണ്ട്, ചേട്ടായിക്കൊരു ഫയലുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ഫയലുകളുണ്ട് കേട്ടോ. പിന്നെ വേറെ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കുറേ ഫയലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് മാറ്റി ഇങ്ങനെ ഓരോ ഫയലിലാക്കി വെച്ചേക്കും കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ നീലൂട്ടൻ്റെ ഹോസ്പിറ്റലിലെ ഡെലിവറി ടൈമിലുള്ള കുറേ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ പക്ഷേ അത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ചേട്ടായിയോട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ചേട്ടായിയുടെ ഫയലിനകത്ത് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, അത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി വന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു. പിന്നെ അവന് അമ്മയും കുഞ്ഞും ബുക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. അതല്ലെങ്കിലും ഉള്ളത് അത്യാവശ്യത്തിന് എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ. പിന്നെ അതൊക്കെ നോക്കി തപ്പി എടുത്തപ്പോഴത്തേനും 1 മണി ആവാറായി. അപ്പോൾ ഇതാണ് സ്കൂൾ പയ്യൻ. ഇനി LKGയിലാണ്, അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് വരാം കേട്ടോ.